ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും ഈസ്റ്റർ ഒക്കെ നല്ല ഭംഗിയായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. നമുക്കും നല്ലൊരു ഈസ്റ്റർ ആയിരുന്നു. നമ്മൾ ഈ ഒരു ഈസ്റ്ററിന് കുറെ ഹാൻഡ് ബേക്ക് മിഷൻ എംബ്രോയിഡറി കളക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടിയത്. ഒത്തിരി ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് ഇതുപോലത്തെ സാരീസ് ഇനിയും നമ്മുടെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം തന്നെ എല്ലാവരുടെ റിക്വസ്റ്റ് പ്രമാണിച്ച് തന്നെ നമ്മുടെ ഇതുപോലത്തെ ഹാൻഡ് ബേക്ക് കളക്ഷൻസ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മളോട് പറഞ്ഞു അവർക്കൊരു നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതുപോലത്തെ സാരീസ് ഒക്കെ കിട്ടി. അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. ഈസ്റ്റേൺ എസ്പെഷ്യലി വൈറ്റ് സാരീസ് ഒക്കെ എല്ലാവരും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ചാനലൊക്കെ എല്ലാം ഹെൽപ്ഫുൾ ആയെന്നൊക്കെ നമ്മളെ വിളിച്ച് നല്ല പോസിറ്റീവ് റിവ്യൂസ് നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമ്മൾ മുമ്പോട്ടും അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു നമ്മൾ പുതുതായിട്ട് ചെയ്തൊരു ഇനീഷ്യേറ്റീവിന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇനിയും നമ്മൾ മുമ്പോട്ടുള്ള ഒരു ജേർണിയിലും എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ വർക്ക്സ് ഒന്നുമല്ല. നമ്മൾ നോർമലി എംബ്രോയിഡറി വർക്ക്സ്, അതായത് ഹാൻഡ് എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഹൂപ്സ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ചില വർക്ക്സ് ഒക്കെ നമുക്ക് ഹൂപ്പിൽ കയ്യിൽ പിടിച്ച് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ഉണ്ട്. അപ്പം നമ്മൾ നോർമലി ബൊട്ടീക്സിലും ഒക്കെ കാണുന്നത് മറ്റൊരു ബെഡ് പോലെ ഒരു സെറ്റപ്പ്, അതായത് 4 തടി വെച്ചിട്ടുള്ള സ്റ്റാൻഡ് പോലെ സാധനം വെച്ച് അതിൽ തുണി വലിച്ചു കെട്ടി ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പം ചെറിയ രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് പ്രാക്ടിക്കൽ ആയെന്ന് വരത്തില്ല. അതിന്റെ കോസ്റ്റ് ആണെങ്കിലും തന്നെ അല്ലാതെ ഇടാനുള്ളൊരു സ്പേസോ ഒന്നും എല്ലാവർക്കും ഉണ്ടായെന്ന് വരത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് ചെയ്യുന്നൊരു ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഹൂപ്പ് സ്റ്റാൻഡ് ആണ്. നമ്മൾ ആമസോണിലാണെങ്കിലും ഒക്കെ ഹൂപ്പ് സ്റ്റാൻഡ് നോക്കുമ്പോൾ ഹൂപ്പ് സ്റ്റാൻഡ്സിനൊക്കെ നല്ല റേറ്റ് ആണ്. എസ്പെഷ്യലി നമുക്ക് അതിൽ ഒരു പർട്ടിക്കുലർ സൈസിലുള്ള ഹൂപ്പ് സ്റ്റാൻഡ്സ് ഒക്കെ കിട്ടുന്നത് തന്നെ നല്ല റേറ്റ് വരും. അതിൽ നമുക്ക് ആ ഒരു ടൈപ്പിൽ മാത്രമേ ആ ഒരു റിംഗ് സ്പേസിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കുറച്ച് ലിമിറ്റേഷൻ വരും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഹൂപ്പ് സ്റ്റാൻഡ്സ് ഒക്കെ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പം അതിനൊക്കെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട്, ഇതുപോലത്തെ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ടിങ് ഒക്കെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ചെയ്ത് നോക്കാവുന്ന ഒരു DIY ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ ഒരു ഹൂപ്പ് സ്റ്റാൻഡ് ഉണ്ടാക്കാം. അതായത് നമുക്ക് എത്ര സൈസിലാണ് വേണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ ചെറിയൊരു ബഡ്ജറ്റിൽ, വളരെ മിനിമൽ ആയിട്ടൊരു ബഡ്ജറ്റിൽ കുറച്ച് ബേസ് മെറ്റീരിയൽസും കുറച്ച് ഹൂപ്പും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഹൂപ്പ് സ്റ്റാൻഡ് ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പൊ ഈ ഹൂപ്പ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ 2 സൈസിലുള്ള ഹൂപ്സ് എടുത്തിട്ടുണ്ട്. അതായത് 12 ഇഞ്ചിന്റെ ഒരു ഹൂപ്പും എടുത്തിട്ടുണ്ട്, 16 ഇഞ്ചിന്റെ ഒരു ഹൂപ്പും എടുത്തിട്ടുണ്ട്. ഈ 2 ഹൂപ്പും വരുന്ന പോലെ നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കുക. അതുപോലെ സ്റ്റാൻഡ് നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് കുറച്ച് തടിയുടെ ചെറിയ പീസസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് വേസ്റ്റ് ആയിട്ടുള്ള പീസസ് ഒക്കെ നമ്മൾ എടുത്താൽ മതി, വലിയ നമുക്ക് ചെറിയ പീസ്. അതുപോലെ നമ്മൾ ഫെവിക്വിക്കിന്റെ ജെൽ വെച്ചിട്ടാണ് നമ്മളത് ഒട്ടിക്കാൻ പോകുന്നത്. പിന്നെ ജസ്റ്റ് മാർക്കിങ്ങിനൊക്കെ വേണ്ടിയുള്ള ബാക്കി സാധനങ്ങൾ, ഇത്രയൊക്കെ സാധനം മാത്രം മതി നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ഒരു 15 ഇഞ്ച് സൈസിലാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ്, അതായത് നമ്മൾ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ ചെസ്റ്റ് പോർഷൻ വരെ വരുന്ന പോലെയാണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു മെഷർമെന്റിൽ നമ്മൾ ഈ ഒരു തടിയുടെ പീസ് ഒരു 4 പീസ് കട്ട് ചെയ്തിട്ട്, അപ്പം നമ്മൾ ആ 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഓരോ പീസും കട്ട് ചെയ്തിട്ട് ആ ഒരു കറക്റ്റ് ലെവലിൽ തന്നെ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ സ്റ്റാൻഡ് സ്റ്റഡി ആയിട്ട് നിൽക്കത്തുള്ളൂ. ചെറിയൊരു വളവോ ചെരിവോ ഒക്കെ വന്നാൽ സ്റ്റാൻഡിങ് ചെരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളത് കറക്റ്റായിട്ട് 15 ഇഞ്ച് നീളത്തിൽ 4 പീസ് മുറിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ഈ എല്ലാ പീസിൻ്റെയും 2 എൻഡ് ഉണ്ടല്ലോ, എൻഡ് വശം വരുന്ന ഭാഗം നമ്മൾ ഒരു ഹൂപ്പിനകത്ത് വെക്കുന്ന റിങ്ങിന്റെ വീതി എത്രയാണോ ആ വീതി അനുസരിച്ച് അതിന്റെ ഹാഫ് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കും. അപ്പം നമുക്കത് അറ്റാച്ച് ചെയ്യുമ്പം ഇങ്ങനെ കറക്റ്റായിട്ട് അവിടെ അഡ്ജസ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാതിൻ്റെ 2 വശത്തും ആ റിങ്ങിന്റെ സൈസിൽ അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് അത് നമ്മൾ ഹൂപ്പിൽ നമ്മൾ ആ സ്റ്റാൻഡ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേന് അത് അതിനുള്ളിലോട്ട് തന്നെ കയറി പ്രോപ്പറായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. പശ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മളത് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 4 പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ റിങ്, ഈ ഓരോ മറ്റേ 2 റിങ്ങിന്റെയും അകത്ത് വെക്കുന്ന പീസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ സ്ക്രൂ ചെയ്യുന്ന പീസ് അല്ലാണ്ട് അകത്ത് വെക്കുന്ന പീസിന്റെ സൈഡിൽ കൂടെ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ 4 ഇതും ഒരു മെഷർമെന്റ് അനുസരിച്ച് ഈക്വൽ ആയിട്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ട് 2 റിങ്ങിന്റെയും അറ്റത്തും കൂടെ ഒട്ടിച്ചു വെക്കുക. അതെങ്ങനെ ഒട്ടിക്കുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ ജസ്റ്റ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിക്കുന്നില്ല, കാരണം ഈ പറഞ്ഞ പോലെ അത്രയും നീളത്തിൽ കാണിക്കുന്ന നമ്മൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന പോലെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു ഹൂപ്പ് ആകുമ്പോഴത്തേനും നമുക്ക് ഇതിനെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോവോ
ഒക്കെ ചെയ്യാൻ പറ്റും. മറ്റേ വലിയ ബെഡ് പോലത്തെ അല്ലാതെ ആകുമ്പോഴത്തേനും നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഏതെങ്കിലും റൂമിനകത്ത് നിലത്തിരുന്ന് ചെയ്യണമെങ്കിലോ ഈവൻ നമുക്ക് ബെഡിൽ വെച്ച് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ആ ഒരു 2 റിങ്ങുകൾ തമ്മിൽ ആ ഒരു ഇതിൽ അറ്റാച്ച് ചെയ്യും. അപ്പം അത് നമ്മൾ ഈ ജെല്ലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും പശയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് നേരത്തേനും സ്റ്റിക്കായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഇതിനെ ഒന്ന് ചെയ്ത് വെക്കുന്നുള്ളൂ. ഇങ്ങനെ നമ്മൾ 4 ഇതിനെ അറ്റാച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഈ ഒരു ഇതിൻ്റെ പ്രോസസ്സ്. നമ്മൾ എന്നിട്ട് അത് പശയൊന്ന് കുറച്ച് നേരത്തേന് പിടിച്ചിരിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് അത് അറ്റാച്ച് ചെയ്ത് വെക്കും. ഇത് ഉണങ്ങുന്ന സമയത്ത് ഇത് സെറ്റ് ആവും. ഇത്ര മാത്രമേ ഇതിന് പ്രൊസീജിയേഴ്സ് ഉള്ളൂ. അത് കഴിഞ്ഞ് ഒന്നും കൂടി ഇതിനൊരു ബലമൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടി ഒരു പശയൊക്കെ ഒഴിച്ചു കൊടുത്തതിനെ ഒന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ മെഷർമെന്റിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ പൊങ്ങി നിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് ഒന്ന് ക്ലീൻ ആക്കിയാൽ മതി. ഇനി അല്ല നിങ്ങൾക്ക് ഇതിനെ ഇച്ചിലൂടെ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്ന പോലെ കുറച്ചുകൂടെ പെർഫെക്ഷൻ ആയിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് നമുക്ക് എന്തെങ്കിലും പെയിന്റ് അടിക്കുവോ അല്ലെങ്കിൽ വാർണിഷ് പോലെ എന്തെങ്കിലുമൊക്കെ അടിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ടിരിക്കും, കുറച്ചും കൂടെ ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നെക്സ്റ്റ് പിന്നെ എപ്പോഴെങ്കിലും അതിനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് 2 റിങ്ങും അറ്റാച്ച് ചെയ്ത് അതിനെ സ്റ്റാൻഡ് കൂട്ടി വെച്ചിട്ടേ ഉള്ളൂ. ഇതിനകത്ത് നമുക്കിനി ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ആ റിങ് വെച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 4 കാല് മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനിടയ്ക്ക് കൂടെ കൈ ഇട്ടിട്ട് ഈസി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടും പറ്റും. ഇപ്പൊ നമ്മുടെ പൂപ്പിന്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇത് കേട്ടോ. ഇതുപോലെ ഇതിനകത്ത് ഒരു 12 ഇഞ്ചിന്റെ നമ്മൾ പറഞ്ഞതുപോലെ 12 ഇഞ്ചിന്റെ പൂപ്പും അതുപോലെ 16 ഇഞ്ചിന്റെ പൂപ്പും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏത് പൂപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പം ഈ ഒരു 16 ഇഞ്ചിന്റെ പൂപ്പാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ബോട്ടം ബ്ലൈഡ് പോർഷൻ നമുക്ക് സ്റ്റാൻഡായിട്ട് ഈ ഒരു 12 ഇഞ്ച് പൂപ്പ് വരും. തിരിച്ചു വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് ഡിസൈൻ അനുസരിച്ച് ഇപ്പൊ നമുക്ക് നോർമൽ ചെറിയൊരു സാരിയിലൊക്കെ ഡിസൈൻ ആണെങ്കിൽ ഈ ഒരു സൈസ് മതിയായിരിക്കും. അല്ല ഇപ്പൊ നമുക്കൊരു ചുരിദാറിന്റെ നെക്ക് പോർഷൻ ഒക്കെ ഫുൾ ആയിട്ട് വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 16 ഇഞ്ച് പൂപ്പിൽ വെച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലത്തെ 4 കാല് മാത്രം, അതായത് 4 ചെറിയ ഈ റീപ്പ പോലത്തെ തടി കഷ്ണം കൊണ്ട് മാത്രം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടും മിനിമം ബഡ്ജറ്റിൽ ഇതിനകത്ത് ഈ പറഞ്ഞ ഈ പൂപ്പിന്റെ പ്ലേറ്റ് മാത്രമേ നമുക്ക് വന്നുള്ളൂ. ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ടുണ്ടായിരുന്ന ഒരു തടിയുടെ പീസ് നമ്മൾ മുറിച്ച് എടുത്താൽ ഇതിനകത്ത് ഈ പൂപ്പിന്റെ എക്സ്പെൻസ് മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മള് ഫെവിക്വിക്കിന്റെ ഗ്ലൂ വെച്ചിട്ട് ഇതിനെ ഒട്ടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്നതും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ആയിരിക്കും. നമുക്ക് 2 സൈഡ് ഉപയോഗിക്കാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 സൈസിലുള്ള വർക്ക്സും ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഞാൻ ഇതിനകത്ത് ജസ്റ്റ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് അറ്റാച്ച് ചെയ്യുന്നത് ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് കാണിക്കാം. അപ്പോൾ ഈ ഒരു ഹൂപ്പ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതൊന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതിനകത്ത് നമുക്ക് ഏത് സൈസുള്ള ഡിസൈനാണ് ചെയ്യേണ്ടത് അതനുസരിച്ച് നമുക്ക് ഹൂപ്പ് എങ്ങനെയാണ് വെക്കുന്നതെന്നിരിക്കും. ഇപ്പം നമുക്ക് വലിയ ഡിസൈനാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 16 ഇഞ്ചിൻ്റെ ഹൂപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 12 ഇഞ്ചിൻ്റെ ഹൂപ്പ് വെച്ചിട്ട് ചെയ്യാം. നല്ല നമ്മൾ പശ വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ചുകൊള്ളെന്ന് പറഞ്ഞെങ്കിലും നല്ല ബലമായിട്ട് തന്നെ ആ സ്റ്റാൻഡ് ഇരിപ്പുണ്ട്. നമുക്ക് നല്ല പ്രഷർ കൊടുത്താൽ പോലും ഒരു കുഴപ്പമില്ലാത്ത പോലെ നല്ല ബലമുള്ള പോലെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റാൻഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനകത്ത് ജസ്റ്റ് എങ്ങനെയാണ് നമ്മളൊരു ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ സാധാരണ റിങ്ങിൽ വെക്കുന്ന പോലെ തന്നെ റിങ്ങിൽ വെച്ചാൽ മതി. അപ്പോൾ ടൈറ്റായിട്ട് അതിരിക്കും. ഇപ്പം ഇച്ചിരി ഹൈറ്റിൽ നമുക്ക് ഇരിക്കുകയും ചെയ്യും. നമുക്ക് 2 കൈ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനും പറ്റും. ഇപ്പം നമ്മൾ ഹൂപ്പ് ഇങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ ഇത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചുടപ്പാടായിരിക്കുമല്ലോ വർക്ക് ചെയ്യാനായിട്ട്. ഒരു കൈ ഹൂപ്പ് ഹോൾഡ് ചെയ്യാൻ കൊടുക്കണം, മറ്റേ കൈ വെച്ചിട്ട് മാത്രമല്ലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ നമ്മളിത് അത്ര ഈസി അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡിലാകുമ്പോഴത്തേനും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് 2 കൈയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ലോക്കൊക്കെ അതായത് ഫ്രഞ്ച് നോട്ട് പോലത്തേതും അതുപോലെ നമ്മുടെ റിംഗ് നോട്ട് പോലത്തെയൊക്കെ ഇടുമ്പോഴത്തേനും നമുക്ക് ഈസി ആയിട്ട് ആ ഡിസൈൻ 2 കൈയും യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതിനകത്ത് ജസ്റ്റ് ഒരു ബീഡ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 2 ബീഡ്സ് വെച്ചിട്ട് അപ്പോൾ ബീഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിതൊരു സ്റ്റാൻഡിൽ വെച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു ട്രേസ് ചെയ്ത പിക്ചറിലേക്ക് നമുക്ക് ബീഡ്സ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഈ ഒരു സ്റ്റാൻഡിൽ വെച്ച് ഇതുപോലെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തരുടെയും അവർക്ക് പറ്റുന്ന ഹൈറ്റ് എടുത്താൽ. അപ്പം ഞാൻ എൻ്റെ ഒരു ഹൈറ്റ് മെഷർ ചെയ്തിട്ടാണ് ഈ ഒരു 15 ഇഞ്ച് എന്നുള്ള രീതിയിൽ ചെയ്തത്.
വേറൊരാൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇതിൽ ഇച്ചിരി പൊക്കം കൂടുതലുള്ളതായിരിക്കും കംഫർട്ടബിൾ അവരുടെ കൈ വെക്കാനായിട്ടൊക്കെ. അല്ലെങ്കിൽ കുറച്ചും കൂടെ താന്ന് സ്റ്റാൻഡ് വരുന്ന പോലെ കംഫർട്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ഇഷ്ടമുള്ള മെഷർമെൻറ്റിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. നമ്മളിപ്പം ഹൂപ്പ് സ്റ്റാൻഡൊക്കെ അല്ലാതെ വാങ്ങിക്കുവാണെങ്കിൽ അതിനൊക്കെ ഒരു ഫിക്സ്ഡ് മെഷർമെൻറ്റ് ഉണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള മെഷർമെൻറ്റിലെടുത്ത് പ്രോപ്പറായിട്ട് ചെയ്യാനും പറ്റും. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് ഇപ്പം ഞാൻ ഈ ഒരു ഹൂപ്പിൻ്റെ വാങ്ങിച്ചപ്പം ഇതിൻ്റെ ഈ 12 ഇഞ്ച് ഹൂപ്പിന് 75 റുപ്പീസും പിന്നെ 16 ഇഞ്ച് ഹൂപ്പിന് 120 റുപ്പീസും ആയിട്ടുള്ളൂ. അപ്പം എനിക്ക് അത്രയും മാത്രമേ ഇത്, പിന്നെ ആ ഗമ്മിനുണ്ടായ ഒരു ചെറിയ എക്സ്പെൻസ് അല്ലാണ്ട് എനിക്ക് ഈ ഒരു ഹൂപ്പ് സ്റ്റാൻഡിന് വേറെ എക്സ്പെൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു തടിയുടെ പീസ് എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റ് പീസായിട്ട് ഒക്കെ അവൈലബിൾ ആവുന്ന പീസ്. അതിപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും അത് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമുള്ള പോലത്തെ ഒരു തടി പീസല്ല, ചെറിയൊരു വേസ്റ്റ് പീസ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പം നമുക്ക് അത്രയും ചിലവ് ചുരുങ്ങി 200 രൂപ താഴെ വരുന്ന പോലെ നമുക്ക് ആ ഒരു ഹൂപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഹൂപ്പ് സ്റ്റാൻഡ് വാങ്ങിക്കണമെന്നൊരു പ്ലാൻ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആയിരിക്കും. അപ്പം ഞാനിതുപോലെ ഇതിനകത്ത് ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ എനിക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഞാൻ കയ്യിൽ ഹൂപ്പ് പിടിച്ച് ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് എനിക്കിതുപോലെ ഹൂപ്പ് വെച്ച്, അതുപോലെ ഞാൻ ലോങ് ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും എനിക്കിങ്ങനെ 2 കൈയും യൂസ് ചെയ്ത് ഫ്രീ ആയിട്ട് തന്നെ അത് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ കൈ പിടിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ പെർഫെക്ഷനിൽ ചെയ്യാനും പറ്റും. അതുപോലെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ടും പറ്റും. അങ്ങനെ നമുക്ക് അതുപോലെ നമുക്കിത് കെട്ടിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റാൻഡ് ഒന്ന് ചെരിച്ച് പിടിച്ചാൽ നമുക്ക് കെട്ടിടാനും ഒക്കെ പറ്റും. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പോലത്തെ സ്റ്റാൻഡ്, ഒത്തിരി വെയിറ്റോ ഒന്നുമില്ല. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സ്റ്റാൻഡ് ആയതുകൊണ്ട് നമുക്ക് വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ലാണ്ട് ഇപ്പം നമുക്കിത് പുറകുവശം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ തിരിച്ച് പിടിച്ചാൽ മതി. നമുക്ക് തന്നെ ചെരിച്ച് പിടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് അതിൻ്റെ ലോക്കൊക്കെ ഇടാനായിട്ടൊക്കെ ആണെങ്കിലും ഈസിയാണ്. അപ്പം നമുക്ക് ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇപ്പം ഞാൻ ഈ ഒരു ഫ്ലവർ പാറ്റേണോട് അതിനകത്തുണ്ട്. അത് നമ്മൾ റിംഗ് നോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവർ പാറ്റേൺ ചെയ്യുന്നത്. അപ്പം ഞാൻ ഡിസൈൻ ചെയ്യുന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് എങ്ങനെയാണ് സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇതുപോലത്തെ ബോക്സ് ഒക്കെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാക്കി നോക്കി സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൂടുതലായിട്ടുള്ള വർക്കുകളായിട്ടും അതുപോലെ സെയിം വീഡിയോസും ഒക്കെ ആയിട്ടും വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.